മലപ്പുറം ജില്ലയിൽ നവകേരള സദസ്സിന് നേതൃത്വം നൽകിയ ഭൂരിഭാഗം സംഘാടകരും കടത്തിൽ. 6 മണ്ഡലങ്ങളിൽ നവകേരള സദസ്സിനായി ചെലവായത് 1.24 കോടി രൂപയാണ്. പരിപാടിയുടെ നടത്തിപ്പിനായി കിട്ടിയതാകട്ടെ 98 ലക്ഷം രൂപ മാത്രം. ജില്ലയിലെ മറ്റ് 10 മണ്ഡലങ്ങളിലെ കണക്കുകൾ ലഭ്യമല്ലെന്നാണ് വിവരാവകാശ രേഖ. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് മുഴുവൻ കണക്കുകളും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ലഭ്യമായ കണക്കുകൾ പരിശോധിക്കുമ്പോൾ സംഘാടക സമിതികൾ കടത്തിലാണ്. മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ, തിരുരങ്ങാടി, മലപ്പുറം, മങ്കട, തവനൂർ, വണ്ടൂർ നിയമസഭാ മണ്ഡലങ്ങളിലെ നവകേരള സദസ്സിനായി ആകെ ചെലവായത് 1,24,00,000 രൂപ. വരവ് 98 ലക്ഷം രൂപ. മലപ്പുറം മണ്ഡലത്തിൽ മാത്രം ചെലവ് കഴിഞ്ഞ് 6,90,512 രൂപ ബാക്കിയുണ്ട്. ഈ തുക സംഘാടക സമിതിയുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടിലാണ്. 10 മണ്ഡലങ്ങളിലെ കണക്കുകൾ ലഭ്യമായിട്ടില്ല. ചെലവ് കൂടുതലും വരവ് കുറവുമാണ്. ആ ഒരു അവസ്ഥയാണ്. പിന്നെ അതുപോലെ പറയുകയാണെങ്കിൽ നമ്മൾ മലപ്പുറത്ത് മാത്രം എത്ര രൂപ ചിലവഴിച്ചിട്ടുണ്ട്. ഈ ഒരു പൈസ ഉണ്ടെങ്കിൽ സർക്കാരിന് ഇപ്പോൾ 6-7 മാസങ്ങളായി നമുക്ക് പെൻഷനും അതുപോലെ തന്നെ മാവേലി സ്റ്റോറുകളിലൊന്നും ഒരു സാധനം പോലും ഇല്ല. അപ്പോൾ ഈ ഒരു സാധനങ്ങളും അതുപോലെ തന്നെ പെൻഷൻ, പാവപ്പെട്ട ജനങ്ങൾക്ക് പെൻഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്രയും ഉപകാരമായിട്ടുണ്ടായിരുന്നു. 5 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് തിരുരങ്ങാടിയിലും മങ്കടയിലും സംഘാടക സമിതിയുടെ കടം. വണ്ടൂരാണ് ഏറ്റവും കുറവ് കടം, 195 രൂപ. കോട്ടക്കൽ മണ്ഡലത്തിൽ ചെലവായ തുകക്ക് കണക്കുണ്ട്, എന്നാൽ പിരിച്ച പണത്തിന്റെ കണക്ക് ലഭ്യമല്ല. നവകേരള സദസ്സിൽ ആകെ ചെലവിന്റെ 40% പണം ചെലവായത് പന്തലുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾക്കാണ്. 3.25 ലക്ഷം രൂപ വരെ ഭക്ഷണത്തിനും ചെലവായിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിഹിതവും സ്ഥാപനങ്ങളും വ്യക്തികളുമൊക്കെ നൽകിയ സംഭാവനകളുമാണ് നവകേരള സദസ്സിന്റെ പ്രധാന വരവ്. എന്നാൽ ജില്ലയിൽ UDF ഭരിക്കുന്ന ഭൂരിപക്ഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പണം നൽകിയിട്ടില്ല. 24 മലപ്പുറം.